എനിക്കെന്ന വീട്ടിലിരുന്ന് എൻ്റെ വാഹനത്തിൻ്റെ സർവീസ് നടത്തുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഓരോ മലയാളികളും എനിക്ക് തോന്നിയിട്ട് വാഹനം ഇപ്പോൾ ആരുടെയും കയ്യിൽ ഇല്ലാത്തതില്ല. എല്ലാവരുടെയും മൊബൈലിലൂടെ ഈ ഒരു ആപ്ലിക്കേഷൻ വേണ്ടതാണ്. നമ്മളുടെ ഏത് ലൊക്കേഷനാണോ നിയറസ്റ്റ് ഒരു മെക്കാനിക്കിനെ നമ്മുടെ വിരൽത്തുമ്പിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. ഏകദേശം 15 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൊക്കേഷനിൽ വന്ന് വണ്ടി റിപ്പയർ ചെയ്ത് തരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സവിശേഷത. റോഡ് സൈഡ് അസിസ്റ്റൻസ് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. ഇവിടെ വെച്ച് ചെയ്ത് തീർക്കാവുന്ന കേസുകെട്ടുകൾ ഇവിടെ വെച്ച് തന്നെ തീർത്തിട്ട് പോകും അല്ലേ? ഷോറൂമിൽ എങ്ങനെയാണോ സർവീസ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആക്കി തരുവാണ്. സാറിനെ പോലെ ഒരാൾക്ക് ഒരു പെട്ടെന്നൊരു ആവശ്യം വന്നു, ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞ് വണ്ടി ഞങ്ങൾ പിക്കപ്പ് ചെയ്യും. സാറിന് ലോണർ കാർ വേണമെങ്കിൽ നമ്മൾ തൽക്കാലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമ്മളുടെ വണ്ടി ഇവിടെ തന്നിട്ട് പോകും. ഓക്കെ, അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റികളും നമ്മൾ കൊടുക്കുന്നുണ്ട്. നമസ്കാരം. നിങ്ങളുടെ കയ്യിൽ ഒരു ബൈക്കുണ്ടോ, ഒരു കാറുണ്ടോ, ഒരു ലോറി ഉണ്ടോ? വഴിയിൽ എപ്പോഴെങ്കിലും ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടന്നിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ പെട്ടുപോകാറുണ്ട് അങ്ങനെയൊക്കെ അല്ലേ? ഇനി നിങ്ങൾ പേടിക്കാതെ യാത്ര ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഓട്ടോ എയ്ഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞാൽ വീട്ടിലിരുന്ന് കുറച്ച് മടി പിടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് എൻ്റെ വണ്ടി ഒന്ന് സർവീസ് ചെയ്യണമെന്ന്. വണ്ടി സർവീസ് ചെയ്യാനായിട്ട് വാറൻറ്റി പീരീഡ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതാണ്. നമ്മളിപ്പം മാരുതിയുടെ ഇൻഡസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസി ആയിക്കോട്ടെ, അവിടെയൊക്കെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ രാവിലെ ഒരു 9 മണിയാകുമ്പോൾ കൊണ്ടുപോയി കൊടുക്കണം, വൈകുന്നേരം ആകുമ്പോഴേ നമുക്ക് വണ്ടി കിട്ടുള്ളൂ. എനിക്കെന്ന വീട്ടിലിരുന്ന് എൻ്റെ വാഹനത്തിൻ്റെ സർവീസ് നടത്തുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാനിന്ന് ഈ വാഹനം സർവീസ് ചെയ്യാൻ കൊടുക്കുകയാണ്. സർവീസ് സെൻറ്ററിൽ നിന്ന് ആൾ വന്ന് റിസീവ് ചെയ്ത് പോകും. നമ്മളിപ്പോൾ വലിയ ഏജൻസിയിലൊന്നുമല്ല, മെക്കാനിക്കിൻ്റെ കയ്യിൽ തന്നെയാണ് കൊടുക്കുന്ന ഒരു പീരിയോഡിക് സർവീസാണ്. മെക്കാനിക് പരമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു 60,000 കിലോമീറ്റർ ഓടിയ ഒരു വാഹനം നമ്മൾ സാധാരണ രീതിയിൽ സർവീസ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ ഓയിൽ ചേഞ്ച്, ഫിൽട്ടർ ചേഞ്ച് കാര്യങ്ങളെല്ലാം ചെയ്ത് എന്തൊക്കെ പറഞ്ഞാലും ഒരു 10-15 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് മുടക്കാണ്. ആ ഒരു ടൈമിൽ നമ്മളൊരു പുറത്തുനിന്നുള്ള ഒരു വർക്ക്ഷോപ്പിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 6,000-7,000 രൂപയ്ക്കകത്ത് ഉള്ളിൽ നമുക്ക് തീർന്നു കിട്ടും എന്നുള്ളതാണ്. എൻ്റെ ബ്രേക്ക് പാഡും പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓട്ടോ എയ്ഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരികയാണ്. ഈ ഓട്ടോ എയ്ഡിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേരളത്തിൽ എവിടെ പോയോ, ഇപ്പം ഞാൻ പറയുകയാണ് നമ്മളൊരു വയനാട്ടിൽ പോകുകയെന്ന് വെച്ചു. വയനാട്ടിൽ താമരശ്ശേരി ചുരം കയറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ എന്നെ സംബന്ധിച്ച് ടെക്നീഷ്യൻ, അവിടെയുള്ള ലോക്കൽ ടെക്നീഷ്യൻ എവിടെയാണ് എന്നുള്ളത് എനിക്കറിയില്ല. നമുക്കിപ്പോൾ മുകളിലേക്ക് കയറി കഴിഞ്ഞാലാണോ ടെക്നീഷ്യൻ ഉള്ളത്, അതെയോ ചുരത്തിൻ്റെ താഴെയാണോ ടെക്നീഷ്യൻ ഉള്ളത് എന്നുള്ളത് എനിക്കറിയില്ല. ആ ഒരു ടൈമിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും. ഏകദേശം 15 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൊക്കേഷനിൽ വന്ന് വണ്ടി റിപ്പയർ ചെയ്ത് തരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സവിശേഷത. അതുപോലെ തന്നെ ഇപ്പോൾ ട്രിവാൻഡ്രം ആയിക്കോട്ടെ, മൂന്നാർ ആയിക്കോട്ടെ, കോഴിക്കോടായിക്കോട്ടെ, കാസർഗോഡായിക്കോട്ടെ, കേരളത്തിൽ എവിടെയും ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിരിക്കും എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടുത്താം. ഓട്ടോ എയ്ഡ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി പീരിയോഡിക് സർവീസിന് വേണ്ടി ഞാൻ ബുക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ബുക്ക് ചെയ്യുന്ന രീതി നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഓട്ടോ എയ്ഡ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ 2 വീലർ റിപ്പയർ, 4 വീലർ റിപ്പയർ, 6 വീലർ റിപ്പയർ, ഫ്യൂൾ സപ്പോർട്ട്, ക്രെയിൻ സർവീസ്, വെഹിക്കിൾ ഡീറ്റെയിലിംഗ്, അതുപോലെ തന്നെ ഡീകാർബണൈസിങ്, AC സർവീസ്, വീൽ അലൈൻമെൻറ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള മെക്കാനിക്കിൻ്റെയോ ടെക്നീഷ്യൻ്റെയോ നമ്പർ ഈ ആപ്ലിക്കേഷനിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മളുടെ ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. ഇപ്പോൾ എനിക്ക് വേണ്ടത് 4 വീലർ റിപ്പയർ ആണ്. 4 വീലർ റിപ്പയറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ച് ഏകദേശം 5 കിലോമീറ്ററിനുള്ളിൽ തന്നെയുള്ള ഏകദേശം 5 കിലോമീറ്റർ, 6 കിലോമീറ്റർ, 7-8 കിലോമീറ്ററിനുള്ളിൽ തന്നെയുള്ള 4-5 പേരെ ഇവിടെ കാണുന്നുണ്ട്. 12 കിലോമീറ്ററോളം ആൾക്കാരെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മളൊരാളുടെ പ്രൊഫൈൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഖിൽ രാജു എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രൊഫൈലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അദ്ദേഹത്തിൻ്റെ എബൌട്ടിൽ അദ്ദേഹം നല്ലൊരു പ്രൊഫൈലാണ് എന്ന് തോന്നുന്നു. അദ്ദേഹം ഒരു നല്ലൊരു ഗ്യാരേജൊക്കെ ഉണ്ടെന്നുള്ളത് അയാൾ കൊടുത്തിട്ടുണ്ട്. ഓൾ വെഹിക്കിൾ സർവീസ്, മാരുതിയുണ്ട്, ഹോണ്ടയുണ്ട്, ടയോട്ട, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന്. ഓക്കെ, അപ്പം നമ്മളൊരു വ്യക്തിയുടെ റേറ്റിംഗ് ആണ് നോക്കുന്നതെങ്കിൽ ഇപ്പം ശ്രീകാന്ത് 0 റേറ്റിംഗ് ആണ് ഇപ്പം നിലവിൽ കിടക്കുന്നത്. ഇത് ബിനീഷ് KG, ഇദ്ദേഹത്തിന് 5 സ്റ്റാർ റേറ്റിംഗ് കിടപ്പുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. 5 സ്റ്റാർ റേറ്റിങ്ങിൽ ഇദ്ദേഹത്തിൻ്റെ എബൌട്ടിൽ നല്ലൊരു മെക്കാനിക് ആണെന്ന് എഴുതിയിട്ടുണ്ട്. മാനുഫാക്ചർ, അതായത് എല്ലാ വാഹനങ്ങളും, എല്ലാ കമ്പനികളുടെ വാഹനങ്ങളും അദ്ദേഹം സർവീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വ്യക്തിനെ ഞാൻ സെലക്ട് ചെയ്യുന്നു. 6 കിലോമീറ്ററേ ഉള്ളൂ. ഞാൻ സെലക്ട് ചെയ്യുകയാണ് ക്വിക്ക് സർവീസ്. ക്വിക്ക് സർവീസിലേക്ക് ഞാൻ ബുക്ക് ചെയ്യുകയാണ്. കണ്ടിന്യൂ ബുക്കിംഗ്. ഓക്കെ, അപ്പം നമ്മൾ ഇത് ലോഗിൻ ആകുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ റിഡ്സ് വാഹനത്തിൻ്റെ
അവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം ഇതിന് മുമ്പ് നിങ്ങളൊക്കെ ഞാനിത് നേരത്തെ തന്നെ ഇതിൻ്റെ അകത്ത് ലോഗിൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി വന്നിരിക്കുന്നത്. റിഡ്സ് എന്നുള്ള വാഹനം ഞാൻ നേരത്തെ തന്നെ ആഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ജോയിൻ ആകുമ്പോൾ നിങ്ങളുടെ വാഹനം ഏതാണെന്നൊക്കെ അവർ ചോദിക്കും. ആ ഒരു ടൈമിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ജസ്റ്റ് ഞാൻ റിഡ്സിൽ ക്ലിക്ക് ചെയ്തു. അവരുടെ മിനിമം ചാർജ് എന്ന് പറയുന്നത് 150 രൂപയാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നിങ്ങളത് ബുക്ക് ചെയ്ത് പേയ്മെൻറ്റും ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് RSA 90 ദിവസത്തേക്ക് ഫ്രീ ആണ്. അതായത് ഓൾ കേരള RSA 90 ദിവസത്തേക്ക് ഫ്രീ ആണ്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ പേയ്മെൻറ്റും ഇതിലൂടെ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ജസ്റ്റ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ മാരുതി സുസുക്കി റിഡ്സ് KL 38 D1213 കിലോമീറ്റർ 60,000 കിലോമീറ്റർ കൊടുക്കുക, 60,000 ഡീസൽ കാര്യങ്ങൾ. അപ്പം സർവീസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സർവീസ് കൊടുത്തു. ലൊക്കേഷൻ ഓൾറെഡി പൊക്കോളും. കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പം നാവിഗേഷൻ ഓട്ടോമാറ്റിക്കലി അവർക്ക് ചെന്നോളും. കണ്ടിന്യൂ ബുക്ക് ചെയ്യുകയാണ്. ഓക്കെ, കണ്ടിന്യൂ കൺഫേം കൊടുക്കുമ്പോൾ ബിനീഷ് KGക്ക് നമ്മളുടെ ബുക്കിംഗ് ചെല്ലുന്നു. ഓക്കെ, കൺഫേം യുവർ ബുക്കിംഗ്. ഓക്കെ, കൺഫേം ചെയ്യുന്നു. ഓക്കെ, കണ്ടിന്യൂ ചെയ്ത ശേഷം നമുക്ക് വെയിറ്റ് ചെയ്യാം അവരുടെ കോളിനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഈ മോളിൽ കാണുന്ന നമ്പറിലേക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് 5 മിനിറ്റ് കൊണ്ട് റിസൾട്ട് അതിൻ്റെ കിട്ടും. അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ബുക്ക് ചെയ്തേ ഉള്ളൂ. ഇപ്പോൾ തന്നെ അവരുടെ ഭാഗത്തുനിന്നും കോള് വരാൻ സാധ്യതയുണ്ട്. നമുക്കത് നോക്കാം. ആരാണ്, ഒന്നെങ്കിൽ കസ്റ്റമർ കെയർ കോൾ ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ആർക്കാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ആ വ്യക്തി നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് നമ്മൾ ബുക്ക് ചെയ്ത് ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കോൾ വന്നിട്ടുണ്ട്. ആരാ കോൾ ചെയ്തതെന്നുള്ളത് അറിയില്ല. ഹലോ, ഗുഡ് മോർണിംഗ് സാർ, ഓട്ടോയിൽ നിന്ന് വിളിക്കായിരുന്നു. എൻ്റെ പേര് മേഘ എന്നാണ്. ഓക്കെ, ഓട്ടോ ഐ ഡി എന്നാണ് അല്ലേ? കസ്റ്റമർ കെയർ ആണ്. അതെ സാർ. പറഞ്ഞോളൂ സാർ. ഒരു വർക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? ടെക്നീഷ്യൻ സാറിനെ കോൺടാക്ട് ചെയ്തിരുന്നോ? ടെക്നീഷ്യൻ കോൺടാക്ട് ചെയ്തിട്ടില്ല. നിങ്ങളാണ് എന്നെ ഫസ്റ്റ് കോൺടാക്ട് ചെയ്തത്. അതെയോ? ഓക്കെ സാർ. സാർ, ടെക്നീഷ്യൻ വിളിച്ചില്ലെങ്കിൽ സാർ ഒന്ന് ഇൻഫോം ചെയ്യോ? ഉറപ്പായിട്ടും. അപ്പം അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറിലേക്ക് ഞാൻ വിളിച്ചാലും മതിയായിരിക്കും അല്ലേ? സാറിൽ അതിൽ കോൺടാക്ട് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട് ടെക്നീഷ്യനെ വിളിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, കിട്ടിയിട്ടില്ലെങ്കിൽ സാർ ഒന്ന് ഇൻഫോം ചെയ്താൽ മതി. ഓക്കെ. നിങ്ങൾ ഓട്ടോ ഐഡിന്റെ കസ്റ്റമർ കെയർ ആണല്ലേ? അതെ. ഓക്കെ. റിഡ്സ് ഇല്ലേ സാർ? അതെ, റിഡ്സ് ആണ്. സാർ, എന്തായിരുന്നു കംപ്ലൈന്റ്? ജസ്റ്റ് ഒന്ന് പീരിയോഡിക് സർവീസ് എന്നാണ് ഉദ്ദേശിച്ചത്. വീട്ടിൽ വന്ന് പിക്ക് ചെയ്തോളൂ അല്ലേ? ഡോർ ടു ഡോർ സർവീസ് അവൈലബിൾ ആണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ട് 1 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഓട്ടോ എയ്ഡിൻ്റെ കസ്റ്റമർ കെയറിൽ നിന്നുള്ള കോൾ വന്നിട്ടുണ്ട്. അവർ ടെക്നീഷ്യനെ വിളിച്ച് ക്ലിയർ ചെയ്യും. അഥവാ ടെക്നീഷ്യൻ ഏതെങ്കിലും വർക്കിലാണെങ്കിൽ അവർ കുറച്ച് ഡിലേ ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ട് ടെക്നീഷ്യന്മാർ എപ്പോഴും അവരുടേതായ വർക്കിലായിരിക്കും, മൊബൈൽ എടുക്കാനുള്ള സമയമില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ അവർ വിളിച്ച് ഇൻഫോ ചെയ്ത് ക്ലിയർ ചെയ്തിട്ടാണ് നമുക്ക് ആദ്യമേ തന്നെ നമ്മൾ ഇങ്ങോട്ട് റിപ്പോർട്ട് വരുന്നത്. അവർ വിളിക്കും എന്നാണ് പറയുന്നത്. നമുക്കിനി 1 മിനിറ്റ് 2 മിനിറ്റും കൂടെ നോക്കാം എന്താണ് സംഭവിക്കണതെന്ന്. അപ്പോൾ അതേ ഒരു കോൾ വന്നിട്ടുണ്ട്. ട്രൂ കോളറിൽ കാണിക്കുന്നത് ക്രിസ്റ്റൽ മോട്ടേഴ്സ് എന്നാണ്. എന്തായാലും എനിക്ക് തോന്നിയിട്ട് അത് നമ്മുടെ മെക്കാനിക്ക് തന്നെയായിരിക്കും. ഹലോ, ഗുഡ് മോർണിംഗ്. ജോമി സാറല്ലേ? അതെ. ഇതാരായിരുന്നു? സാർ, എൻ്റെ പേര് ബിനീഷ് എന്നാണ്. ഞാൻ തൊടുപുഴ ക്രിസ്റ്റൽ മോട്ടോഴ്സ് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ. റെഫറൻസ് വന്നിട്ട് വിളിക്കുന്ന ഓട്ടോ ഐഡിയിലല്ലേ? ഓക്കെ. അപ്പം എനിക്ക് എൻ്റെ വണ്ടി ഒന്ന് പീരിയോഡിക് സർവീസ് ചെയ്യാനാണേ. ഓയിൽ ചേഞ്ചിങ് പ്ലസ് ഫിൽറ്റർ. എനിക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. എൻ്റെ ബ്രേക്ക് പാഡ് തീർന്നോ എന്നൊരു ഡൗട്ടുണ്ട്. അതും കൂടെ ഒന്ന് ക്ലിയർ ചെയ്യണം. ഓക്കെ. ലൊക്കേഷൻ എനിക്ക് അവർ അയച്ചു തന്നിട്ടുണ്ട്. എനിക്ക് ഇവിടെ നിന്നൊരു 20 മിനിറ്റ് ആണ് കാണിക്കുന്നത്. ഞാൻ 20 മിനിറ്റിനുള്ളിൽ സാറിന് എടുത്ത് 25 മിനിറ്റിനുള്ളിൽ ഞാൻ സാറിന് എടുത്തു. ഓക്കെ. ഇത് കറക്റ്റ് ചേട്ടൻ്റെ വർക്ക്ഷോപ്പ് എവിടെയാണ് സ്ഥലം കറക്റ്റ്? എൻ്റെ വർക്ക്ഷോപ്പ് ചുങ്കത്തിലാണ്. തൊടുപുഴ പാല റോഡിൽ ചുങ്കത്തിലാണ്. വർക്ക്ഷോപ്പിന്റെ പേര് ക്രിസ്റ്റൽ മോട്ടോഴ്സ് എന്നാണ്. ഓക്കെ. ട്രൂ കോളിൽ ക്രിസ്റ്റൽ മോട്ടോഴ്സ് കാണിച്ചു. ഓക്കെ സാർ. ഇവിടുന്ന് ഉടനെ പോയി ഞാൻ സാറിന് എടുത്തിട്ട് വിളിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ സാറിന് വിളിക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു. അപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ ഓട്ടോ ഐഡിയിൽ നിന്നും കോൾ വന്നിരിക്കുന്നു. നമുക്ക് മെക്കാനിക്കിൻ്റെ ഭാഗത്തു നിന്നും കോൾ വന്നിരിക്കുകയാണ്.
അപ്പോൾ അവർ ഏകദേശം 20 മിനിറ്റ് കൊണ്ട് നമ്മുടെ വീട്ടിലെത്താം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 20 മിനിറ്റിനുള്ളിൽ നമുക്ക് എത്തുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പം ഞാൻ ഒന്ന് രണ്ട് ഈ ആപ്ലിക്കേഷൻ്റെ ഗുണങ്ങൾ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഈ വാഹനം സർവീസ് ചെയ്തിട്ടുണ്ട്, പെയ്ഡ് സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 90 ദിവസത്തേക്ക് RSA റോഡ് സൈഡ് അസിസ്റ്റൻസ് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. അതൊരു വെറൈറ്റി ആയിട്ടൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ നിങ്ങളൊരു 10 പേരെ കൊണ്ട് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യിച്ച് റെഫറൻസ് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ, ഞാൻ ഈ കാണിക്കുന്ന റെഫറൻസ് നമ്പറിലേക്ക് ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് 500 റുപ്പീസ് വരെയുള്ള ചാർജ് ഫ്രീ ആയിരിക്കും. അതായത് ഫസ്റ്റ് ഒരു സർവീസ് ചെയ്യുമ്പോഴുള്ള 500 റുപ്പീസ് വരെയുള്ള ചാർജ് ഫ്രീ ആയിരിക്കും. അങ്ങനെ ഒരുപാട് നമുക്ക് ഓഫറുകൾ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. ഓരോ മലയാളികളും എനിക്ക് തോന്നിയിട്ട് വാഹനം ഇപ്പോൾ ആരുടെയും കയ്യിൽ ഇല്ലാത്തതില്ല, എല്ലാവരുടെയും മൊബൈലിലൂടെ ഈ ഒരു ആപ്ലിക്കേഷൻ വേണ്ടതാണ്. നമ്മളുടെ ഏത് ലൊക്കേഷനാണോ നിയറസ്റ്റ് ഒരു മെക്കാനിക്കിനെ നമ്മുടെ വിരൽത്തുമ്പിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ മെക്കാനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെയാണ് വന്നേക്കുന്നത്. മെക്കാനിക്ക് ലൊക്കേഷൻ ചോദിച്ച് വന്നേക്കണേ. നമസ്കാരം. അപ്പം ചേട്ടാ, എൻ്റെ വണ്ടി ഒന്ന് പീരിയോഡിക് സർവീസാണ് ഉദ്ദേശിക്കുന്നത്. ഏകദേശം 60,000 കിലോമീറ്റർ ഇപ്പോൾ ഓടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഓയിൽ ചേഞ്ചിങ്, ഫിൽറ്റർ, പിന്നെ ബ്രേക്ക് പാഡ് തീർന്നോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്ന് വെച്ചാൽ വോയിസ് കേൾക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് നിങ്ങൾ ഇതിൻ്റെ സർവീസ് എങ്ങനെയാണ് നമ്മളിപ്പോൾ 60,000 കിലോമീറ്ററിൻ്റെ സർവീസ് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഓയിൽ മാറണം, ഓയിൽ ഫിൽറ്റർ മാറണം, എയർ ഫിൽറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യണം. പിന്നെ നമ്മളത് പോയിട്ടുണ്ടെങ്കിൽ മാത്രം മാറിയാൽ മതി. ബ്രേക്ക് പാഡിൻ്റെ കേസ് നമുക്കൊന്ന് അഴിച്ച് നോക്കിയിട്ട് ബ്രേക്ക് പാഡ് തീർന്നതാണ്, തിക്നെസ്സിൽ കുറവുണ്ടെങ്കിൽ നമുക്കത് മാറിക്കളയാം. ഒരു വോയിസ് കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ നിന്ന് പിക്കപ്പ് ചെയ്യുന്നു, നിങ്ങൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ഇവിടെ വെച്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടോ? ഇവിടെ വെച്ച് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇതുപോലുള്ള ഓയിൽ ചേഞ്ച് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് പാഡ് അങ്ങനെയുള്ള സംഭവം നമുക്ക് ചെയ്യാൻ പറ്റില്ല. ചെറിയ ചെറിയ നമുക്ക് ചെയ്യാം. അല്ലാണ്ട് എല്ലാ ടൂൾസ് ഉണ്ട്. വണ്ടികളുണ്ടല്ലേ? ടൂൾസ് ഞാൻ കാണിച്ചു തരാം. അത് ശരി. നിങ്ങൾ ഫുൾ സന്നാഹമായിട്ടാണ് വന്നത് അല്ലേ? ടൂള്, ഈ ടൂൾ ബോക്സ് ഒന്ന് കാണിച്ചു കൊടുത്തേ. ശരിക്കും നിങ്ങൾ ഇത്രയും ഫെസിലിറ്റി, അതായത് ഇവിടെ വെച്ച് ചെയ്ത് തീർക്കാവുന്ന കേസുകെട്ടുകൾ ഇവിടെ വെച്ച് തന്നെ തീർത്തിട്ട് പോകും അല്ലേ? ആഹാ. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇത് നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ കംപ്ലയിൻസ്, കസ്റ്റമേഴ്സിന്റെ അഡ്രസ്സ് എഴുതാനുള്ള ജോബ് കാർഡാണ്. അപ്പോൾ അതായത് ഒരു ഷോറൂമിൽ എങ്ങനെയാണോ സർവീസ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആക്കി തരുവാണ്. എനിക്ക് തോന്നിയിട്ട് ഈ ഓട്ടോയുടെ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എനിക്ക് തോന്നിയിട്ട് എല്ലാവരുടെയും ഓട്ടോയുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് വളരെയധികം ആവശ്യമുള്ളൊരു ഇതാണ്. കാരണം സാറിനെ പോലെ ഒരാൾക്ക് ഒരു പെട്ടെന്നൊരു ആവശ്യം വന്നു, ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞ് വണ്ടി ഞങ്ങൾ പിക്കപ്പ് ചെയ്യും. സാറിന് ലോണർ കാർ വേണമെങ്കിൽ നമ്മൾ തൽക്കാലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമ്മളുടെ വണ്ടി ഇവിടെ തന്നിട്ട് പോകും. ഓക്കെ, അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റികളും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ഓഫീസിലൊക്കെയാണ് പോകുന്നതെങ്കിൽ ഓഫീസിൽ എന്തായാലും പുറത്തായിരിക്കുമല്ലോ വണ്ടി കൊണ്ടിടണേ. അങ്ങനെ ഉള്ളപ്പോൾ നിങ്ങളെ വിളിച്ച് ഇതുപോലെ സർവീസ് ചെയ്യണമെങ്കിൽ ചെയ്യിക്കാവുന്ന കേസറ്റേ ഉള്ളൂ അല്ലേ? ഓക്കെ, അങ്ങനെയാണ് നമുക്കൊന്ന് വണ്ടി വണ്ടി ചാവി ഇതാണ്. അപ്പോൾ നമുക്കെന്നാൽ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യിക്കാം. നമ്മൾ ഈ വഴി എപ്പോഴും ഒരൊറ്റ ഓടിയിൽ ഓടിച്ചു കഴിഞ്ഞാൽ ചേട്ടനെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവും. ലെഫ്റ്റ് തന്നെ പോയിക്കോളൂ. കണ്ടോ ഒരു വോയിസ് കണ്ടോ ഫ്രണ്ടിൽ നിന്ന് ഒരയുന്ന വോയിസാണ്. ബ്രേക്ക് പാഡിന്റെ തിക്നെസ് കുറഞ്ഞിട്ടുണ്ട്. ബ്രേക്ക് പാഡിൽ നമുക്ക് ഈ നോയ്സ് വരുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിലൊരു ചെറിയ ഒരു മെറ്റലിന്റെ പീസ് കൊടുത്തിട്ടുണ്ട്. ആ പീസ് ഇതിൽ ജസ്റ്റ് ടച്ച് ആകുമ്പോൾ നമുക്കൊരു വോയിസ് വരും. ഇതുകൊണ്ട് അതിന്റെ അർത്ഥം തിക്നെസ് കുറഞ്ഞു. ഓക്കെ, പിന്നെ നമ്മുടെ ഡിസ്കിൽ അത് ബ്രേക്ക് പാഡ് ടച്ച് ആവില്ല. അതിന് മുമ്പ് ഈ നോയ്സ് കേൾക്കുമ്പോഴേ കസ്റ്റമർ അപ്പോൾ തന്നെ വർക്ക്ഷോപ്പിൽ ഇൻഫോം ചെയ്ത് ആ സാധനം മാറിക്കോളും. അതിനുവേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു സംഭവമാണത്. ഇപ്പൊ ചേട്ടാ, നമ്മൾ ഏകദേശം വീട്ടിൽ നിന്ന് ഇവിടം വരെ ഓടിച്ചു അല്ലേ? ഒരു 2-3 കിലോമീറ്റർ ഓടിച്ചു. എന്താണ് ഇതിനകത്ത് പ്രോബ്ലം ഉള്ളത്? എന്തെങ്കിലും പ്രോബ്ലം ആയിട്ട് തോന്നിയ ചേട്ടനാ? ഈ വണ്ടിക്കുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബ്രേക്ക് പാഡ് തീർന്നിട്ടുണ്ട്. ഇതിന്റെ സസ്പെൻഷൻ പ്രോബ്ലം ഉണ്ട്. സസ്പെൻഷൻ പ്രോബ്ലം ഉണ്ടല്ലേ? ഫ്രണ്ട് സസ്പെൻഷൻ പ്രോബ്ലം ഉണ്ട്. ഇത് രണ്ടും നമുക്ക് ഇതിന്റെ അകത്ത് തീർക്കണം. അപ്പം ഈ ഓയിൽ ചേഞ്ച്, ഫിൽറ്റർ ചേഞ്ച് വേറെ, ഓയിൽ ചേഞ്ച്, ഫിൽറ്റർ ചേഞ്ച് വേറെ. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഏകദേശം എത്ര കോസ്റ്റ് വരാൻ സാധ്യതയുണ്ട്? ഏകദേശം ഒരു 10,000 രൂപയുടെ അടുത്തുള്ള ഒരു കോസ്റ്റ് ടോട്ടലി എല്ലാ വർക്കും കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരും അല്ലേ? ഒരു 4 മണിയോട് കൂടി വണ്ടി ഞാൻ ഡെലിവറി ചെയ്യും. ഓക്കെ, വൈകുന്നേരം ഒരു 4 മണിയോട് കൂടി വണ്ടി ഡെലിവറി. അപ്പം നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോട് പറയുകയാണ്, ഏകദേശം എനിക്ക് 10:30 മണിയായി. ഈ ഒരു ടൈമിലാണ് നമ്മളിപ്പോൾ വണ്ടി ചെക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് വൈകുന്നേരം 4 മണിക്ക് വണ്ടി കിട്ടും അല്ലേ? ഓക്കെ, താങ്ക് യു. ബിനീഷ് ചേട്ടാ,
കാര്യങ്ങളെല്ലാം ചെയ്തു വന്നു അല്ലേ? വൈകുന്നേരം ഏകദേശം ഒരു 4 മണിയായി നമ്മുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. എത്രയാടാ പേയ്മെന്റ്? ടോട്ടൽ എമൗണ്ട് 11,350. 11,350. നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടി വന്നു? എഞ്ചിൻ ഓയിൽ മാറി, ഫ്രണ്ടിലെ ഷോക്ക് അബ്സോർബർ മാറി, ബ്രേക്ക് പാഡ് മാറി, ഒരു ലോവർ ആം എക്സ്ട്രാ മാറുണ്ടോ ഞാൻ ഇടയ്ക്ക് വിളിച്ച് ഇൻഫോം ചെയ്തു. അതെ അതെ. അപ്പോൾ അത്രയും ചെയ്യേണ്ടി വന്നു. 11,300. അപ്പം ഈ ഒരു സംഭവം നമുക്ക് ഈ ആപ്ലിക്കേഷൻ വഴി തന്നെ നമ്മൾ പേയ്മെന്റ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ അവരാണ് നിങ്ങളുമായിട്ട് ഡീൽ ചെയ്യുന്നത് അല്ലേ? അപ്പം നമ്മൾ ഇത് UPI പേയ്മെന്റ് നമ്മൾ ചെയ്യുന്നു. ഗൂഗിൾ പേയും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ 2 രീതിയിൽ നിങ്ങൾക്ക് പേയ്മെന്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിലൂടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ കഴിഞ്ഞു. അപ്പം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ? എന്തുകൊണ്ടാണ് ഈ ഓട്ടോ എയ്ഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ എല്ലാവരും വേണമെന്ന് നിങ്ങളെപ്പോലുള്ള മെക്കാനിക്സും പറയണേ? കാരണം വെച്ചാൽ ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് കസ്റ്റമർക്ക് ഞങ്ങളെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് അപ്ഡേഷൻസ് കറക്റ്റായിട്ട് നടക്കും. അതനുസരിച്ച് എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ വ്യക്തമായിട്ട് നടക്കും. അതെ അതെ. അപ്പോൾ എന്തായാലും എൻ്റെ വീട്ടിലിരുന്നുകൊണ്ട് വണ്ടികളുടെ സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിഞ്ഞു. നിങ്ങൾക്കും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കിടപ്പുണ്ട്. അപ്പം അടുത്ത ഒരു നല്ലൊരു വീഡിയോയുമായി പെട്ടെന്ന് തന്നെ നമ്മൾ വരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ജയ് ഹിന്ദ്.